നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് സൗജന്യയാത്ര UDF സർക്കാർ വാക്കു പാലിച്ചോ അതോ ഓർഡിനറിയിൽ ഒതുക്കിയോ? എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സൗജന്യയാത്ര. എല്ലാ സ്ത്രീകൾക്കും KSRTCയുടെ എല്ലാ ബസ്സുകളിലും സൗജന്യയാത്ര എന്നതായിരുന്നു UDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത് ആദ്യഘട്ടമാണെന്നും KSRTC വരുമാനം വർദ്ധിപ്പിക്കാൻ വഴി നോക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോൺഗ്രസ് സർക്കാർ ഇന്ദിരാഗാന്ധിയുടെ ഭാഗമായ വാഗ്ദാനം പാലിച്ചോ എന്ന ചോദ്യത്തിന് അധികാരമേറി മാസം 1 തികയും മുമ്പ് ഓർഡിനറി ബസ്സിൽ സൗജന്യയാത്ര പ്രാബല്യത്തിലാക്കി വാഗ്ദാനം വലിയൊരളവിൽ പാലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മറിച്ച് സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസും അടക്കം ദീർഘദൂര സർവീസുകളെ ഒഴിവാക്കിയുള്ള പ്രഖ്യാപനം ആനയെ കാണിച്ച് ആടിനെ നൽകുന്നത് പോലെയാണെന്നും പറയാം. പക്ഷേ അതിനൊക്കെ അപ്പുറം പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമുണ്ട്. ഇപ്പോൾ തന്നെ മാസാമാസം സർക്കാർ ഖജനാവിൽ നിന്ന് 125 കോടിയോളം നൽകിയാണ് KSRTC നിലനിർത്തിപ്പോരുന്നത്. ഓർഡിനറിയിലെ സൗജന്യയാത്ര ഇനത്തിൽ മാത്രം വർഷം 800 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കണക്ക് കൂട്ടുന്നത്. സൗജന്യയാത്ര തേടി മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് കൂടുതൽ സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കുന്ന നില വന്നാൽ നഷ്ടക്കണക്ക് ഇനിയും കൂടും. സംസ്ഥാന ഖജനാവിൽ നിന്ന് ഇത്തരത്തിൽ പണം നൽകി KSRTC സംവിധാനം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകും? വരുമാനം മെച്ചപ്പെടുത്താൻ KSRTCക്ക് കഴിയുമോ? സാധാരണ ജനങ്ങളുടെ ആശ്രയമായ KSRTCയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ KSRTC ബസ്സിൽ ഈ തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഓർഡിനറിയിൽ സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരികയാണ്. സർക്കാർ വാക്കു പാലിച്ചു എന്ന് കണക്കാക്കാനാകുമോ അതോ മുഴുവൻ ബസ്സുകളിലും ആയാലേ അങ്ങനെ കണക്കാക്കാനാകുമോ? സാറേ, പ്രതിപക്ഷത്തിലിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ആലോചിച്ചായിരിക്കും ചെയ്തത്. പക്ഷെ അതിപ്പോ ഒരു എടുത്തു ചാടി എന്നുള്ളൊരു ധാരണ പോലെ വരുന്നുണ്ട്. അതായത് ഫിനാൻഷ്യലായിട്ട് അത്രയും അധിക കഠിനമായിട്ടുള്ള വിഷമങ്ങളുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവര് ഏതായാലും പ്രാബല്യത്തിൽ ഓർഡിനറിയിലായിട്ട് ഫസ്റ്റ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ സാറേ, പിന്നെ അതായത് ടാക്സ് നന്നായിട്ട് പിരിക്കുക. ഉറവുള്ള കിണറ്റിലല്ലേ വെള്ളം എടുക്കാൻ പറ്റൂ. ടാക്സ് നല്ല, പിന്നെ കേന്ദ്രം തരുന്ന പൈസ നല്ല നിലയിൽ അത് വാങ്ങുക. കേന്ദ്രം മനസ്സ് അറിഞ്ഞിട്ട് കേരളത്തിന് കൊടുക്കുക. പിന്നെ ഈ പിന്നെ വിദേശികളെല്ലാം വരുന്ന മറ്റു ടൂറിസം മേഖല ഭയങ്കര വികസിപ്പിക്കുക, IT മേഖല വികസിപ്പിക്കുക, പൈസ എങ്ങനെയാക്കുന്ന ആ രീതിയിൽ മെല്ലനെ ചെയ്യുക. പക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷം വെറുതെ പിന്നെ അനാവശ്യമായിട്ട് വെറുതെ ഇവർ വന്നിട്ടാകെ 10, 21, 22 അത്രയല്ലേ ഒരു മാസം എത്തിയ സാറേ, അത്രയല്ലേ എത്തിയില്ലോ. അപ്പോ എത്തുന്നതിന് മുമ്പിൽ ഒരു 6 മാസം എത്തിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും. അപ്പോ ഏത് കാര്യത്തിലും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ എന്തൊന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് വരണ്ടേ? അതുമല്ല എത്ര കോടി പിന്നെ പൈസ ചെലവിട്ടിട്ട് ഒരു ഇലക്ഷൻ നടത്തി. അപ്പോൾ ഒരു മനസ്സന്തോഷമായിട്ട് എല്ലാ പ്രതിപക്ഷവും ചിന്തിക്കുക, ഒരു ശാന്തി സമാധാനമുള്ള രീതിയിൽ എല്ലാം സഹകരിച്ച് നീങ്ങുക. കോൺഗ്രസ് ആ 5 കൊല്ലം പിന്നെ നല്ല വരണമെങ്കിൽ അതിനപ്പുറം ഭരിക്കട്ടെ. അപ്പം ഇപ്പം LDF തന്നെ എത്രയോ ആള് തിരിഞ്ഞു കുത്തിയതായി ഇവർക്ക് വേണ്ടിയിട്ട് സാറേ. അപ്പോ എല്ലാം നല്ലതായിട്ട്. നമുക്ക് ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് വാക്കു പാലിക്കലാണോ അതോ അതിൻ്റെ ഒരു ആദ്യഘട്ടം ഇപ്പോൾ പാലിച്ചു എന്നതിനെ പോസിറ്റീവായിട്ട് വേണമെങ്കിൽ തന്നെ എടുക്കാം, അതല്ല മുഴുവനും ചെയ്യും എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദ്യവും ഉയരുന്നുണ്ട്. ഏതാണ് താങ്കൾക്ക് ശരിയെന്ന് തോന്നുന്നത്? നമസ്കാരമുണ്ട്. അപ്പോ അത് പിന്നെ പല കാര്യങ്ങളും അവര് പറഞ്ഞിട്ടുണ്ട് ഈ വോട്ട് സമയത്ത്. പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും SIR തൊട്ടിട്ട് മറ്റ് വേറെ തൊട്ടിട്ട് ഒക്കെ പറഞ്ഞ്, പിന്നെ ഇവിടുന്ന് പോണ്ടി വരും എന്ന് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. പിന്നെ പലതും പറഞ്ഞ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അവർ കുടുങ്ങിയതാ. കാരണം അത് ഏത് സർക്കാരിനും അത് കൊടുക്കാൻ പറ്റൂല സാറേ. കാരണം എന്ന് വെച്ചാൽ വല്ല വയ്യാത്ത ആൾക്കാർക്ക് വല്ല പാസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാസ്സും വെച്ച് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇപ്പൊ തന്നെ ഈ ഓർഡിനറി ബസ്സും തെരഞ്ഞ ആൾക്കാർ നടക്കുക. അതിലിഞ്ഞ് സ്ത്രീകൾ കയറിയിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് വേറെ കയറണ്ടേ? പിന്നെ അത്
ഏറ്റവും കൂടുതൽ നഷ്ടമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് KSRTC. കാരണം ഇപ്പോൾ കുറച്ച് ലാഭമൊക്കെ വന്നൊക്കെ റെഡിയായൊക്കെ ലെവലായി നിന്നിട്ടുണ്ട് എന്നുള്ളത് കേൾക്കണ്. ഒരു സർക്കാരിനും അത് സാധിക്കൂല. അപ്പോ ഇത് പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തു എന്നുള്ളതിന് മാത്രം കുറച്ച് ദിവസമൊക്കെ ഒന്ന് പോയി പിന്നെ നിങ്ങളൊക്കെ ഒന്ന് കയറി ഇറങ്ങിക്കോട്ടെ, എന്തെങ്കിലും പറഞ്ഞത് നിർത്തലും ചെയ്യണം. ഈ സർക്കാർ ഏത് സർക്കാർ നിലനിൽക്കണമെങ്കിലും അത് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവരെ ഒഴിവാക്കണം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ മൊയ്തീനാണ്, കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൊയ്തീൻ, താങ്കളുടെ കുറച്ചു കാലമായി കാൾ ഒന്നും ഇല്ലായിരുന്നല്ലോ. തിരക്കായിരുന്നോ? തിരക്കല്ല, സുഖമില്ലാതുകൊണ്ട് വലിയ ഇത് കൊടുക്കുന്നില്ലെന്ന് ഉള്ളു. ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? കുഴപ്പമില്ല, നന്നായിരിക്കും. പോകാനായില്ല. ശരി, എന്തായാലും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കളുടെ പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയാണല്ലോ, താങ്കൾക്ക് ഈ സർക്കാർ വാക്കു പാലിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അതോ എല്ലാ ബസ്സിലും എല്ലാവർക്കും എവിടെ പോകണമെങ്കിലും സൗജന്യമെന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്, അത് പാലിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അവര് പറയുന്നുണ്ടല്ലോ കിരണേ, അവര് 100 ദിവസത്തേക്കാവോ ഇത് പഠിച്ചിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന. ഇതിപ്പം നേരെ മറിച്ച് തിരിച്ചിപ്പം ഈ ഓർഡിനറി ബസ് ഡെയിലി എല്ലാവർക്കും സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്രയും മറ്റു ഫാസ്റ്റുകളിൽ ആഴ്ചയിൽ ഒരിക്കലാക്കിയാലോ എങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട് ആ പരിപാടി? അതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ മൊത്തം സ്ത്രീകൾക്കും ഈ കേരളത്തിലെ ബസ്സിനകത്ത് സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുമോ? കാരണം ഇത് വ്യക്തമാക്കിയിട്ടില്ല. എങ്ങനെയാണ് മനസ്സിലായില്ല? ഇന്ത്യയിലെ മൊത്തം സ്ത്രീകൾക്കും കേരളത്തിലെ ബസ് സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുമോ? അതോ കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ? അങ്ങനെയില്ലല്ലോ. ഇപ്പൊ ബസ്സിനകത്ത് കയറുന്ന ആള് കേരളീയനാണോ, കാർഡ് നോക്കി മലയാളിയാണോ, അല്ലെങ്കിൽ നോക്കി യാത്ര ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾക്ക് പറയുമ്പോൾ സ്വാഭാവികമായി എല്ലാ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. അത് മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീകൾക്ക് യാത്ര സൗജന്യം. എനിക്കറിയില്ല അതിന്റെ ഓർഡർ ഇനി വന്ന തീരുമാനം പ്രഖ്യാപിച്ചേ ഉള്ളൂ. ഓർഡറിനകത്ത് മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഓർഡർ ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ട് നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യം പറയാൻ കഴിയില്ലല്ലോ. അതാ പറഞ്ഞു, അത് വ്യക്തമാക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അതൊരു വലിയ വിഷയമൊന്നും അല്ല ശ്രീ മൊയ്തീൻ. ഇപ്പം മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിൽ യാത്ര ചെയ്യുന്നത് എത്ര ശതമാനം കാണും? അതൊരു ചെറിയ ശതമാനം വരെ ഉള്ളൂ. അതിനകത്ത് അതൊരു ഇനി സർക്കാർ തീരുമാനിക്കട്ടെ, അത് നമുക്ക് അഭിപ്രായമുള്ള കാര്യമല്ലോ. കേരളക്കാരേക്കാൾ കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ കിടക്കുന്നത്. അല്ല, സ്ത്രീകള് കുറവല്ലേ? പക്ഷേ അതെ, കുടുംബ സമേതമല്ലേ വന്ന് കിടക്കുന്നത്. ശരി, ഓക്കെ. മൊയ്തീൻ പറഞ്ഞത് ഒരു കാര്യമാണ്. അങ്ങനെ ആളുകൾ ഇതര സംസ്ഥാനക്കാരും ഉണ്ട്, അവർക്ക് ഇനി സൗജന്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ എന്തായാലും അതിൻ്റെ ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് സർക്കാർ വാക്കുപാലിച്ചു, കയറി 1 മാസത്തിനുള്ളിൽ തന്നെ പ്രാബല്യത്തിൽ വരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടല്ലെങ്കിലും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അത് പ്രാബല്യത്തിൽ വന്നെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ എല്ലാ ബസ്സിലും കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ ഓർഡിനറിയിൽ മാത്രമാക്കി ഒതുക്കിയെന്ന് പരാതി പറയുന്നവരുമുണ്ട്. താങ്കൾക്ക് ഇതിനോടാണ് യോജിക്കാൻ കഴിയുക? ശ്രീ കിരൺ, നിങ്ങൾ മാധ്യമങ്ങളുടെ കയ്യിൽ കൃത്യമായി വിഷ്വൽസിന്റെ ഫയലുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു ബസ്സിൽ കയറി അതിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഓർഡിനറിയിൽ പോകാൻ ലിമിറ്റഡ് ദൂരം എന്നല്ല പറഞ്ഞു. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടൂർ പോകാം. ടൂറിന് പോകുന്ന അവരുടെ പഞ്ചായത്തിന്റെ ആസ്ഥാനത്തിലാണോ ടൂറിന് പോകുന്നത്? അല്ലോ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് മറ്റൊരു വാഹനത്തിൽ കയറിയിട്ട് ബഹുമാന്യനായിട്ട് ഞാൻ ഇന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുക, ശ്രീ വേണുഗോപാലും രമേഷ് പിഷാരടിയും കൂടെ ചേർന്ന് അതേപോലെ പറയുകയാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടൂർ പോകാം, സൗജന്യമായിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതവിടെ എല്ലാം നിൽക്കട്ടെ. അത് പറഞ്ഞു പോയി. പ്രത്യേക സാഹചര്യത്തിൽ അവർ പഠിക്കാതെ പറഞ്ഞു പോയതാണ്. എനിക്ക് പറയാനുള്ളത്, എന്റെ രാഷ്ട്രീയം അറിയാമല്ലോ, ഒട്ടും രാഷ്ട്രീയ വിദ്വേഷമില്ലാതെ ഞാൻ പറയുകയാണ്, ഇത് പൂർണ്ണമായിട്ടും ഇത് അശാസ്ത്രീയമാണ്. ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യരുതെന്നാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യം, കൊടുക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും. രോഗികളായിട്ടുള്ളവർക്ക്, രോഗമുള്ളവർക്ക് അവർക്ക് ആശുപത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു AI വിഭാഗം BPLകാർക്ക് പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. AI വിഭാഗത്തിൽപ്പെട്ടവർ, മഞ്ഞ കാർഡ്, അതായത് അങ്ങേയറ്റം അശരണരായിട്ടുള്ളവര്, അത്തരത്തിലുള്ള കാറ്റഗറി വെച്ചുകൊണ്ട് രോഗികൾക്കടക്കം, രോഗം പിടിപെട്ടവർക്കടക്കം ചികിത്സിക്കുന്നത് പോലെ അതിന് എത്ര ദൂരം വേണമെങ്കിലും കൊടുക്കണം, പാർസലും കൊടുക്കണമെന്നാണ്. എന്നാൽ മാത്രമേ
ഒരു സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്ന ഒരു സർക്കാരായി ഇത് മാറുകയുള്ളൂ. ഈ സൗജന്യം എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുക. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പൊ ക്ഷേത്രങ്ങളിലാകുമ്പോൾ വേറെ അന്നദാനം കൊടുക്കുകയാണ്. അവിടെ വന്ന് ലക്ഷക്കണക്കിന് 10 രൂപ പലിശയ്ക്ക് കൊടുത്തിട്ട് വന്നിട്ട് പാത്രത്തിൽ ചോറ് മേടിച്ച് പിടിച്ചു കൊണ്ടുവച്ച് ഒരാഴ്ച തിളപ്പിച്ചു വിട്ടുന്ന ആൾക്കാരുള്ള നമ്മുടെ നാട്ടില് ഒരിക്കലും ഇത് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അർഹതയുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള, നേരത്തെ ഷിബു ബേബി പറഞ്ഞാണ് നിങ്ങൾ ടി വിയിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത്രയും നാള് നമ്മൾ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റം പറഞ്ഞതിന് ജനങ്ങളും ഈ സർക്കാരും ഒക്കെ പരിതപിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഷിബു ബേബിയോൻ പറഞ്ഞത്. എന്താണ്, സർക്കാരല്ലേ മാറിയുള്ളൂ, ഉദ്യോഗസ്ഥരും ആനയൊന്നും മാറിയില്ലല്ലോ എന്നുള്ളതാണ്. ആനയൊക്കെ ഇത് പഠിച്ചു വരട്ടെ. ഞങ്ങൾ ഇപ്പൊ സമരം ചെയ്യുന്നില്ല, ഇടതുപക്ഷ സമരം ഒന്നും ചെയ്യുന്നില്ല. ആനയും ഉദ്യോഗസ്ഥരും ഒക്കെ സർക്കാർ മാറിയ കാര്യം പഠിച്ചു വരട്ടെ. ഞങ്ങൾ കാണാൻ തയ്യാറാണ്. ഞങ്ങൾ ശരിയാണ്. ലാസ്റ്റ് പറഞ്ഞ വാചകം മാത്രമേ ഉള്ളൂ അത്ര ശരിയല്ലാത്തത്. ഞങ്ങളൊന്നും സമരം ചെയ്യുന്നില്ല എന്നത്. പുതിയൊരു സർക്കാർ കയറി ഒരാഴ്ച മുമ്പ് എല്ലാ ബഹുജന സംഘടനകളെയും പുറത്തിറക്കി സമരവുമായി ഇറക്കിയ പാർട്ടിക്കാർ തന്നെയാണ് നിങ്ങൾ. അത് ആളുകൾ കാണുന്നുമുണ്ട്. ശരി, ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ ജനമിത്രയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ജനമിത്ര, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് വാഗ്ദാനം പാലിച്ചു എന്ന് പറയുന്നവരും ഭാഗികമായി പാലിച്ചുള്ളത് അത് ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്നൊക്കെ പറയുന്നവരും ഒക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറം വർഷം 800 കോടി രൂപ കൂടി, ഇപ്പോൾ 125 കോടി വീതം എല്ലാ മാസവും കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഇനിയൊരു 800 കോടി രൂപ കൂടി കൊടുക്കണം വർഷം. അപ്പോൾ അത് അങ്ങനെ ഈ KSRTC സംവിധാനത്തെ ലാഭകരമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത് ലാഭകരമാക്കാമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു പറച്ചിലിനെ നമുക്ക് എത്രത്തോളം കണക്കിലെടുക്കാൻ കഴിയും? നമസ്കാരം. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, ജനമിത്ര പാർട്ടി. അപ്പം വാഗ്ദാന പാലനത്തിന്റെ ഒരു ഗുഡ് സല്യൂട്ടാണ് കോൺഗ്രസ് സർക്കാരിന് ജനമിത്ര നൽകുന്നത്. പക്ഷേ ഇതിന്റെ അകത്തൊരു പ്രശ്നം, ജനമിത്ര താങ്കളുടെ പേരല്ലേ? അതെ അതെ അതെ. പിന്നെ പാർട്ടി എന്ന് പറഞ്ഞത്? ജനമിത്ര പാർട്ടിയും കൂടിയാണ്. ജനമിത്ര മുദ്രപത്ര രാഷ്ട്രീയം, ലോകത്തിലെ ആദ്യത്തെ മുദ്രപത്ര രാഷ്ട്രീയ വക്താക്കളാണ് ജനമിത്ര പാർട്ടി. താങ്കളുടെ പേരിൽ തന്നെ താങ്കളൊരു പാർട്ടി ഉണ്ടാക്കി? ഞാൻ സ്വീകരിച്ച പേരാണത്. താങ്കളുടെ ഒറിജിനൽ പേരെന്താ? ഇങ്ങനെയല്ല? സോറി, ഇങ്ങനെയല്ല. ശരി ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു പൂർവാശ്രമത്തിലെ പേര് ചോദിച്ചു വന്നൊരു പരാതി വേണ്ട. അതെ അതെ. പിന്നെ അപ്പൊ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പം ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമാവുമ്പോൾ അതിൻ്റെ അകത്ത് പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ജനമിത്ര ഒരു ആശയം ഇന്നലെ അത് മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്ന് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് 1 മാസം സ്ത്രീകൾക്കും 1 മാസം പുരുഷന്മാർക്കും എന്നുള്ളത്. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. 1 മാസം സ്ത്രീകൾക്കും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മന്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ അവിടെ പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കൺസിഡറേഷൻ കോൺഗ്രസ് സർക്കാരിന് നൽകാൻ സാധിക്കത്തുള്ളൂ. അല്ല, അവരുടെ വാഗ്ദാനം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അവരുടെ വാഗ്ദാനം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നായിരുന്നില്ല, പുരുഷന്മാർക്ക് സൗജന്യ യാത്ര എന്നൊരു വാഗ്ദാനം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ വാഗ്ദാനം ചെയ്ത സമയത്ത് തന്നെ പറയേണ്ടത് അത് തെറ്റാണെന്ന്. അല്ലല്ല, അപ്പോൾ നമ്മളൊരു കാര്യമാണ്, വാഗ്ദാനം കോൺഗ്രസ് സർക്കാരാണ് നമുക്ക് നൽകുന്നത്. അവർ പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെയും കൂടെ ഉത്തരവാദിത്വം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിനെ തിരുത്തണം എന്നുള്ളത്. അപ്പം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യൂസ് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ജനകീയമാകും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ജനമിത്ര പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് മുൻപോട്ട് വയ്ക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുവാനുള്ള എബിലിറ്റിയും ജനമിത്രയ്ക്കുണ്ട്. ഇന്നേ വരെ നമ്മൾ ആ ഒരു കാറ്റഗറി പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ സർക്കാരിനും 1 രൂപ പോലും സർക്കാരിന്റെ വകയിൽ നിന്നും മാറാതെ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ ജനമിത്ര അങ്ങനെ 1 രൂപ പോലും സർക്കാരിന്റെ നാട്ടുകാർ പണം പിരിച്ച് കൊടുക്കുവോ? നോ 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 നോ, ഞാൻ പറഞ്ഞല്ലോ 1 രൂപ പോലും സർക്കാരിന്റെയോ എങ്ങനെയാണെന്ന് ചോദിച്ചത്. താങ്കൾ പറഞ്ഞ ആശയം കേൾക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ ആളുകൾ കൗതുകമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് അതിന്റെ പ്രാക്ടിക്കാലിറ്റി വരുമ്പോൾ അറിഞ്ഞാൽ പോലെ. അല്ല, അത് പറയും. അല്ലാതെ വെറുതെ ഒരാൾ വന്നിട്ട് ഞാൻ ഇങ്ങനെ 1 രൂപ പോലും ഫണ്ട് ചെലവാക്കാതെ സൗജന്യ യാത്ര നടപ്പാക്കാമെന്ന് പറഞ്ഞാൽ ആളുകൾ ചോദിക്കില്ലേ ഇത് എങ്ങനെയാണെന്ന്? തീർച്ചയായിട്ടും ചോദിക്കണമല്ലോ. ഒരു ഉത്സുകത ഉണ്ടാകണമല്ലോ. അല്ല, അതാ ചോദിച്ചാൽ എങ്ങനെയാണെന്ന്. പക്ഷെ അതിനകത്ത് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കാര്യം പറയരുത്. അല്ല, അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയാണ്. 1 രൂപ സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് ചെലവാകാതെ സൗജന്യ യാത്ര നടപ്പാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അതിപ്പോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ആ കാര്യം പറയരുത് എന്നുള്ളതാണ് എന്റെ നിലപാട്. അതാണല്ലേ ശരി? അല്ലല്ല, അങ്ങനല്ല സാർ. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നും കൂടെ. അല്ല, പോസിബിലിറ്റി എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ താങ്കളോട് ചോദിക്കല്ലേ, താങ്കൾക്ക് അങ്ങനെ നൽകുമെങ്കിൽ, നാടിന് ഗുണമുണ്ടായ പോസിബിലിറ്റി ആണെങ്കിൽ അത് താങ്കൾക്ക് പറഞ്ഞുകൂടെ?
അല്ലല്ല, പാർട്ടിയുടെ നിയമമാണ്. അല്ല, അങ്ങനെ നിയമമാണെങ്കിൽ താങ്കൾ ആ കാര്യം ഇവിടെ പൊതുവേദിയിൽ വന്ന് വിളിച്ചു പറയരുത്, ഒരു വലിയ അവകാശവാദം ഉന്നയിക്കരുത്, ഞങ്ങൾക്ക് അതൊക്കെ കഴിയും. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല, എനിക്ക് രഹസ്യമാണ്, ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ താങ്കൾ പറയരുത്. അല്ല, ജനമിത്രയെ അംഗീകരിക്കും. അത് ചെയ്ത് കാണിച്ചാൽ ജനമിത്രയെ അംഗീകരിക്കും. അതെങ്ങനെ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ആരെങ്കിലും വന്നിട്ട് എനിക്ക് അധികാരം തരും, ഞാൻ ചെയ്ത് കാണിക്കാം, എന്നെ മുഖ്യമന്ത്രിയാക്കും, ഞാൻ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞാൽ എന്താ എന്നെ മുഖ്യമന്ത്രി ആക്കിയാലേ ഞാൻ ചെയ്ത് കാണിക്കുമെന്ന് പറയലല്ലോ. എങ്ങനെ ചെയ്ത് കാണിക്കുമെന്നൊരു പ്ലാൻ വേണ്ടേ? ഒരു മിനിറ്റ് സർ. 10 നിധികുംഭങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. 10 നിധികുംഭങ്ങൾ. നമ്മൾ കടം മേടിക്കുന്ന അവസ്ഥയിൽ കടം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഖജനാവിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് അതിന്റെ അകത്ത് ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറയാണ്, ഇത്തരം ആശയങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുണ്ട് മറ്റേ ഇതൊക്കെ പ്രാവർത്തികമാകുമല്ലോ എന്നുള്ളത്. ഒന്ന് കേൾക്കൂ. താങ്കൾ ഏതെങ്കിലും ഒരാശയം, ഈ സൗജന്യ യാത്ര കൊടുക്കാം, അതിന് 1 രൂപ പോലും ചെലവില്ല, അതിനുള്ള പണം 800 കോടി രൂപയാണ് വേണ്ടത്, ആ 800 കോടി രൂപ ഇന്ന മാർഗത്തിലൂടെ കണ്ടെത്താമെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ആളുകൾക്ക് വിശ്വാസയോഗ്യമാണെങ്കിൽ ആളുകൾ അത് സ്വീകരിക്കില്ലേ? ശരി, താങ്കളുടെ ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. താങ്കളുടെ കയ്യിൽ ഇപ്പോൾ 1 രൂപ പോലും എന്റെ കയ്യിൽ ആ ചോദ്യമൊന്നുമില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇതിന് ഉത്തരം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലോ ഞങ്ങൾ താങ്കളുടെ കോൺഫിഡൻസ് ആർക്ക് വേണം? താങ്കളുടെ കോൺഫിഡൻസ് അല്ല പ്രധാനം, അത് എങ്ങനെയെന്ന് അറിയണം. ഒരാൾ വന്നിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം എല്ലാ മാസവും 10,000 രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ തരും എന്ന് ചോദിക്കാന്നുള്ളതാണ് നമ്മുടെ മര്യാദ. അത് എങ്ങനെ തരും എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അയാളുടെ വാക്ക് വിശ്വസിക്കാൻ കഴിയൂ, അല്ലാതെ അയാളെ വിശ്വസിക്കൂ എന്ന് പറയാൻ കഴിയൂ. അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ നമ്മുടെ ഇപ്പോഴല്ലേ 15-ാം തീയതി അല്ലേ ഇതിന്റെ വാഗ്ദാന പാലനം വരുന്നത്? ഇതുവരെ അതൊരു ഹൈപ്പോത്തറ്റിക് ആയിട്ട് നിൽക്കുന്ന, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഹൈപ്പോത്തറ്റിക് ആയിട്ട് നിൽക്കുന്നതല്ലേ ഉള്ളൂ. അല്ല, അത് തീരുമാനം വന്നല്ലോ. തീരുമാനം 15-ാം തീയതി സർക്കാർ പ്രഖ്യാപിച്ചാൽ പിന്നെ നടപ്പാകുന്നുള്ളത്. തീരുമാനം 15-ാം തീയതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ 15-ാം തീയതി അല്ലേ വരുന്നത്? ഇപ്പോഴും ഈ ഒരു നിമിഷം ഹൈപ്പോത്തറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഹൈപ്പോത്തറ്റിക് അല്ല, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ തീരുമാനം സർക്കാരിന്റേതായി. മുഖ്യമന്ത്രി അല്ലായിരുന്നല്ലോ വി ഡി സതീശൻ പിന്നെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് ആ പ്രഖ്യാപനം നടന്നു. അല്ലെന്ന് അതിപ്പോ ഇന്ന് പ്രഖ്യാപിച്ചല്ലോ, ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചല്ലോ. ശരി, ഇന്നല്ലേ പ്രഖ്യാപിച്ചത് സാറേ? ശ്രീ ജനമിത്ര, താങ്കൾ ഇത് ഒന്നുകിൽ ഞാൻ താങ്കൾക്ക് ഇത്രയും സമയം തന്നത് താങ്കൾ ഒരു വലിയ ആശയമൊക്കെ അവതരിപ്പിച്ചു. ആ ആശയത്തിന് പ്രായോഗികതയുടെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ താങ്കൾ അത് എന്താണെന്ന് പറയണം. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഞങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ക്രെഡിബിലിറ്റി മാറത്തില്ലേ? നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാഗ്ദാനമാണ് നിങ്ങൾ ജനമിത്ര പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. എന്റെ കയ്യിൽ കിട്ടിയാൽ വിപ്ലവം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. ആൾട്ടർനേറ്റീവ് ആയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ശരി, ഓക്കെ ജനമിത്ര, നമ്മുടെ സമയം ഞാൻ കളയുന്നില്ല. താങ്കൾ എന്തോ നല്ല ആശയം പറഞ്ഞു, ആശയത്തിന് പ്രായോഗികത ഉണ്ട് എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും സമയം തന്നെ താങ്കൾക്ക് തന്നത്. ശ്രീ ഫസലാണ്, മലപ്പുറത്ത് നിന്നാണ്. ശ്രീ ഫസൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു വാഗ്ദാന പാലനമാണോ അതോ ഭാഗികമായ പാലനമാണോ? ഇനി അതല്ല ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കലാണോ? ഇങ്ങനെ മുന്നോട്ട് പോകാൻ KSRTC കഴിയുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഇത് ഒരു വാഗ്ദാനം മാത്രമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. KSRTCനെ നശിപ്പിക്കരുത്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. KSRTC നശിപ്പിക്കരുത്. പിന്നെ നമ്മുടെ ഈ UDF സർക്കാർ വന്നിട്ട് 5 ജില്ലയിൽ പ്രതിപക്ഷമില്ലാത്ത ജില്ല ഉണ്ട്, 5 ജില്ല. ഈ 5 ജില്ലയിൽ കൂടുതൽ ബസ് ഇടണം. 5 ബസ് കൂടുതൽ. അടുത്ത മാസക്കാലം വരുമ്പോൾ ശബരിമലയിലേക്ക് പ്രത്യേകം ബസ്, ഈ ഓർഡിനറി ബസ് സ്ത്രീകൾക്ക് പോവാൻ. അതാണ് എന്റെ ഒരു അഭിപ്രായം. കൂടുതൽ ബസ്സുകൾ. 1-ാം ഘട്ടം മണ്ഡലകാലത്തിൽ ശബരിമലയിൽ എന്തിനാണ് സ്ത്രീകൾ പോകുന്നില്ലല്ലോ ഇപ്പോൾ? പിന്നെ എന്തിനാണ് അവിടെ സ്ത്രീകൾ പോകുന്ന? മാളിയപ്പുറം പോകുന്നില്ലേ സാറേ? അത് സ്ത്രീകളല്ലേ? പ്രായമായ സ്ത്രീകൾ. അതിപ്പോൾ കൂടുതൽ അത് ചെറിയ അംശം ആളുകളല്ലേ ഉള്ളൂ. അഭിപ്രായം പറയാന്നല്ലേ സാറേ നിങ്ങളുടെ ചാനലിൽ ന്യൂസ്? അല്ല, ഞാനത് പറഞ്ഞ താങ്കൾ ആ പറഞ്ഞ പറച്ചിൽ അത്ര സുഖകരമായി തോന്നിയില്ല, അതുകൊണ്ടാണ് ഇടപെട്ടത്. അല്ല, അതായിക്കോട്ടെ. പബ്ലിക്കിന് ഇതേമാതിരി വിളിക്കാൻ ന്യൂസ് ഏജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടും. അല്ല, അതുകൊണ്ട് അങ്ങനെ പബ്ലിക് പറയുമ്പോൾ അതിനുള്ള പ്രതികരണം കൂടി പറയണമല്ലോ. അല്ല, ഞാൻ തർക്കിക്കാൻ പറയുന്നതല്ല. അല്ല, താങ്കൾ പറഞ്ഞു, ഞാനും തർക്കിക്കാൻ പറഞ്ഞല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതെ. മാളികപ്പുറം പോകുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് സ്ത്രീകൾ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിലാണ് നിങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞെന്നുള്ളൂ. പക്ഷെ വരട്ടെ, ഇതൊന്നും വലിയ പ്രായോഗികമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഓക്കെ, കണ്ടറിയാം പ്രായോഗികമാകുമോ ഇല്ലയോ എന്നൊക്കെ. ശ്രീ സിനു ആണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ സിനു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീരുമാനം വാഗ്ദാന ലംഘനം എന്ന് മാത്രമല്ല, ഇത്
ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ചേച്ചിമാരോടും സഹോദരിമാരോടും അല്ലെങ്കിൽ BD സതീശന്റെ വാക്ക് പിന്നെ 100% വിശ്വസിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിലേറിയ പിന്നെ സ്ത്രീജനങ്ങളോടുള്ള ഒരുതരം വഞ്ചന കൂടിയാണ്. കാരണം അതെങ്ങനെയാണ് അത് വഞ്ചനയാവുന്നത്? വഞ്ചനയാകുന്ന പറഞ്ഞാൽ ഓരോ വീടുകളിൽ തോറും ലഘുലേഖ ഉൾപ്പെടെ കൊടുത്ത് നിങ്ങൾക്ക് KSRTC എവിടെ വേണേലും ടൂർ പൊക്കോളൂ, നിങ്ങൾക്ക് നാളെ തൊട്ട് നിങ്ങളുടെ KSRTC എവിടെ വേണേലും പോകാം, ഫാസ്റ്റേ പോകാം, ഓർഡിനറി വേണം, അത് കുഴപ്പമില്ല. ഇന്ന് പോലും പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പൊ ഞാനിത് ലൈവ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഏതോ ഒരു പത്രക്കാരൻ, മിക്കവാറും ദേശാഭിമാനിയോ കൈരളിക്കാരോ ആയിരിക്കും, അവര് ലേഖകന്മാർ ചോദിച്ചിട്ട് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞല്ലോ, നിങ്ങൾ 3 പേര് ഒരേ ചോദ്യം ചോദിച്ചു. പക്ഷേ ആ പുള്ളി അന്നേരം എന്റെ ചോദ്യം അത് തന്നെയാണ്. ഇതൊരു വഞ്ചനയാവുന്നത് എങ്ങനെയാണ്? ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് അവർ അധികാരത്തിലേറി 1 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ പകുതി പ്രാബല്യത്തിൽ വരുന്നു. അപ്പോൾ അത് വഞ്ചന എന്ന് കരുതാൻ കഴിയത്തില്ല. പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ല, പാലിക്കപ്പെടാതിരുന്നത് ശരിയല്ല, അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് വഞ്ചന എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം നൽകി അധികാരത്തിലേറിയിട്ട് അത് ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊരു അവസ്ഥ ഉണ്ടാവണം. സാറേ, വഞ്ചന എന്ന് പറഞ്ഞാൽ അത് ഏത് KSRTC വണ്ടിയെ കയറിക്കോളാനും സാറിനോട് പറയേണ്ട കാര്യമല്ലോ. അല്ല, അത് പറഞ്ഞാൽ ഇത് ആദ്യഘട്ടം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ ഉപയോഗിച്ച വാക്കിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. വഞ്ചന എന്ന് പറഞ്ഞാൽ ഒരു വാഗ്ദാനം നൽകി അധികാരത്തിലേറുക, എന്നിട്ട് അത് പാലിക്കാതിരിക്കുക, അല്ലെങ്കിൽ അധികാരത്തിലേർന്ന് ഇറങ്ങാൻ പോകുന്ന അവസാന മാസം ഒക്കെ കൊണ്ടുപോയി പാലിച്ചാൽ അതുപോലും വേണം വഞ്ചനയാണെന്ന് പറയും. ഇത് ആദ്യ മാസം 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അവരത് പ്രാബല്യത്തിൽ വരുത്തുകയാണ് അതിന്റെ ഒരു ഭാഗം. അപ്പോൾ അത് പൂർണ്ണമായും പാലിച്ചില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെ, സ്വാഭാവികം. ഞാനതല്ല പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വോട്ട് മേടിക്കാൻ വേണ്ടി എല്ലാ ബസ്സിനും കയറിക്കോളാൻ പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് വിഴിക്കത്തോട് ചേനപ്പാടി എന്ന് പറഞ്ഞ കുറെ പ്രദേശങ്ങളുണ്ട്, ഗ്രാമീണ പ്രദേശങ്ങളാണ്. ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം ഈ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു 15-10 കിലോമീറ്റർ ഉണ്ട് ഡിസ്റ്റൻസ്. അങ്ങോട്ട് ഓർഡിനറി ബസ് ഇല്ല. അതുപോലെ ഈ ജില്ലയുടെ പല പ്രദേശങ്ങളിലോട്ട് ഓർഡിനറി ബസ് ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ടൗണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിക്കുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ സിറ്റി സർവീസ് പോലെ ഷട്ടിൽ അടിക്കുന്ന കുറെ ജനങ്ങൾക്ക് അവിടെ ഓർഡിനറി ഇല്ലാത്തത്. ഓർഡിനറി ഇല്ല. ഇതിലെ ഞങ്ങളുടെ ഇതിലൂടെ ഫാസ്റ്റ് തിരുവനന്തപുരം വണ്ടി, എറണാകുളം വണ്ടി, അങ്ങനെ 2 ഫാസ്റ്റാണ് ഇതിലൂടെ ഉള്ളത്. നിങ്ങൾ കഴിഞ്ഞ തവണ ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു ഓർഡിനറി വേണമെന്ന് ആവശ്യം ഉന്നയിക്കുകയോ നിങ്ങളുടെ MLA അത് സാധ്യമാക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്തില്ലേ? സാറേ, ഞങ്ങളിവിടെ N. ജയരാജൻ എന്ന് പറഞ്ഞിട്ട് MLA ഉണ്ടായിരുന്നത്. ഈ 2 ബസ് തന്നെ ഓടാൻ തുടങ്ങിയിട്ട് ആകെപ്പാടെ ഒരു 3-4 വർഷമായതേ ഉള്ളൂ. ഈ KSRTC എന്ന് പറഞ്ഞ കണി കാണാനില്ലാത്ത റൂട്ടായിരുന്നു ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ 2 സ്ഥലങ്ങൾ. ശരി, ഓക്കെ. KSRTCയുടെ ഓർഡിനറി സർവീസ് ഇല്ലാത്ത നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ KSRTC സർവീസുകൾ തന്നെ കുറവാണ്. ഇതിൻ്റെ സൗജന്യത്തിൻ്റെ ആനുകൂല്യം അവിടെ എങ്ങനെ സ്ത്രീകൾക്ക് ലഭിക്കും എന്നുള്ള ചോദ്യവും ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഉള്ള KSRTC ഒക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഒക്കെയാണ്. ശ്രീ വിശ്വേശ്വരനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ വിശ്വേശ്വരൻ, താങ്കൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം പറയാനാണോ താല്പര്യം, അതോ ഇത് സാമ്പത്തികമായും ഒക്കെ ഈ സംവിധാനം നിലനിന്ന് പോകാൻ ഇത്തരം സൗജന്യ യാത്രകൾ സഹായിക്കും ഇല്ലയോ എന്ന് പറയാനാണോ? ഏതായാലും താങ്കൾക്ക് പറയാം. ശ്രീ വിശ്വേശ്വരൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സപ്പെടുന്നു. ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരം. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ പറഞ്ഞോളൂ. കിരൺ സാർ, ഏത് പാതിരാത്രിയിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ആനവണ്ടി. അതായത് പ്രൈവറ്റ് ബസ്സുകളെല്ലാം 8 മണിക്ക് ഒതുക്കും. രാത്രിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ ആനവണ്ടി നിലനിൽക്കണമെന്നാണ് സാർ എൻ്റെ അഭിപ്രായം. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയാൻ പോകുന്നത്, സർക്കാർ ആശുപത്രികളിൽ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആരിൽ നിന്ന് ചെറിയ ഫീസ് ഈടാക്കിയാണ് പിന്നോക്കം നിൽക്കുന്ന സാധുക്കൾക്ക് സൗജന്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ കയറുന്നവർ നിവൃത്തിയുള്ള ഒരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് ഈ ആനവണ്ടിയെ നിലനിർത്തിയില്ലെങ്കിൽ ഈ വംശം നശിച്ചു പോകുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. സാധാരണക്കാർക്ക് എല്ലാ കാലത്തും ഏറ്റവും വലിയ ആശ്രയമാണ് KSRTC ബസ്. കാരണം രാത്രിയായാൽ ചില റൂട്ടിലേക്ക് പകലൊക്കെ മിനിറ്റിന് പ്രൈവറ്റ് ബസ്സുകാർ ഓടും. പക്ഷേ ഇത്തിരി ആൾ കുറയുന്ന സമയം വന്നു കഴിഞ്ഞാൽ അവിടെ ഓടാൻ KSRTC കാണൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ കുറഞ്ഞ റൂട്ടാണെങ്കിൽ അവിടേക്ക് പോകാൻ KSRTC കാണൂ. ലാഭമുള്ളിടത്ത് മാത്രമേ സ്വകാര്യ മുതലാളിമാർ മുതലിറക്കാൻ കാണൂ. പക്ഷേ ബാക്കി കാര്യത്തിനൊക്കെ അവർ ഇതെല്ലാം പറയുമ്പോഴും KSRTC നിലനിൽക്കേണ്ടത് തന്നെയാണ്. ശ്രീ മുരളീധരനാണ് വയനാട് നിന്ന്. ശ്രീ മുരളീധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വർഷം 800 കോടിയുടെ അധിക ബാധ്യതയാണ് ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ. പക്ഷേ അത് അവരുടെ വാഗ്ദാനമായിരുന്നു. ഈ വരുമാനം വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ പ്രാബല്യത്തിൽ വന്ന് കണ്ടിട്ടില്ല. ശ്രീ മുരളീധരൻ, താങ്കൾ TV മ്യൂട്ട് ചെയ്തിട്ട് പറയുമോ? ശ്രീ മുരളീധരൻ, താങ്കൾ വെയിറ്റ് ചെയ്യൂ. ശ്രീ പ്രശാന്താണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ പ്രശാന്ത്, താങ്കളുടെ അഭിപ്രായം പറയാം.
നിങ്ങൾ വന്നിട്ട് എല്ലാ ബസ്സിലും KSRTC ബസ്സിലും കൊടുക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ബസ്സിലും കൊടുക്കുന്നില്ലല്ലോ. അതല്ലേ വലിയ പ്രശ്നം. പറഞ്ഞോളൂ. എല്ലാ KSRTC സൗജന്യ ബസ് യാത്ര കൊടുക്കുന്നു പറഞ്ഞിട്ട് ഓർഡിനറി ബസ്സിൽ മാത്രമാണ് സൗജന്യം കൊടുക്കുന്നത്. അതൊരു ഇരട്ടത്താപ്പല്ല ശരിക്കും. എല്ലാ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയല്ല അത്. പിന്നെ ഇവരെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? പിന്നെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥ വരില്ലേ പ്രശാന്ത്? എല്ലാ ആൾക്കാരും അതിലിങ്ങനെ പോകുന്ന സമയത്ത് അത്രത്തോളം ചിന്തിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതാക്കണ്ടേ? അവര് പ്രഖ്യാപിക്കുന്ന സമയത്ത് ചിന്തിക്കണ്ടേ? എല്ലാം തന്നെ കുത്തുവാളി എടുത്തിട്ടുള്ളത് KSRTC. ഇതും കൂടി വരുന്ന സമയത്ത് ഒന്നും നോക്കേണ്ടി വരില്ല, അത് അടച്ചുപൂട്ടേണ്ടി വരും. പിന്നെ ശരി, ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാരുകളൊക്കെയും അത്തരം ഉൽപ്പാദനക്ഷമമായ മേഖലയിലേക്കപ്പുറത്തേക്ക് ജനങ്ങൾക്ക് കൂടുതൽ ഫ്രീ ബിസുകൾ നൽകി അധികാരത്തിലേറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആളുകൾക്കുണ്ട്. ശ്രീ മുരളീധരൻ വയനാട് നിന്ന്, താങ്കൾക്ക് പറയാം. ഇപ്പൊ തന്നെ നമ്മുടെ സർക്കാർ ഒരു മാസം 125 കോടി രൂപ പെൻഷനായിട്ടും ശമ്പളത്തിനായിട്ടും ഇതിന്റെ വരുമാനം കൂടാതെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിനു പുറമെയാണിപ്പോ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ഇവർക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും? ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് നടപ്പിലാക്കി വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിന്റെ പ്രയാസങ്ങളോ മനസ്സിലാക്കിയിട്ട് വേണ്ടിയിരുന്നു ഇത് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും മാത്രമല്ല, ഇതൊരു ആരോഗ്യകരമായ ഒരു പ്രഖ്യാപനമല്ല. കാരണം ഇത് കഴിവില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം ബാധിച്ചവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഇത് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ശമ്പളം മേടിക്കുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഈ യാത്ര ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കത്തക്കതല്ല. മാത്രമല്ല, ജനങ്ങൾക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാനുള്ള ഇനി എന്തു തന്നെ ആയാലും പ്രൈവറ്റ് ബസ്സിനേക്കായാലും ഒക്കെ ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ KSRTC സമ്പ്രദായം ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അധികം സംശയമുണ്ട്. മാത്രമല്ല സാർ, ഈ ഫ്രീ കൊടുക്കുന്നതിൽ എന്തുമാത്രം ഇതുണ്ട്. അതേസമയത്ത് അവർക്ക് 5 വർഷത്തേക്ക് ഞങ്ങൾ ഫീസ് കൂട്ടില്ല, ടിക്കറ്റ് ചാർജ് കൂട്ടില്ല എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ട് ജനങ്ങളെ സഹായിക്കാമായിരുന്നു. ഇനിയിപ്പോ ഇതിന്റെ പുറമെ മറ്റു കാര്യങ്ങൾ വരുന്നു. 25 ലക്ഷം രൂപ, പിന്നെ വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപ, എന്തെല്ലാമാണ്. ഇങ്ങനെ ഫ്രീ കൊടുത്തത് കൊണ്ടൊന്നും ഒരു സംസ്ഥാനവും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി അഥവാ മറ്റ് സംസ്ഥാനങ്ങൾ അല്പസ്വല്പം ഫ്രീ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയല്ല, അവർ സാമ്പത്തികമായിട്ട് നമ്മളെക്കാൾ എത്രയോ മുൻനിരയിൽ നിൽക്കുന്നതാണ്. എന്തായാലും ഇത് ആരോഗ്യകരമായ ഒരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ജയിപ്പിക്കുക എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ ഇതിനകത്തുള്ളൂ. ശരി, ശ്രീ മുരളീധരനാണ് പ്രതികരിച്ചത്. ശ്രീ രാജനാണ് പയ്യോളിയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾ 1 മിനിറ്റ് ഒന്ന് നിൽക്കുക. വേഗത്തിൽ 1-2 കമൻറ്റുകളെങ്കിലും വായിക്കാം. ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ് സർക്കാർ തയ്യാറാവുന്നത്. അതിന് ആരും ഇടങ്കോൽ ഇടേണ്ട. കൊടുത്താലും കുറ്റം, കൊടുത്തില്ലെങ്കിലും കുറ്റം. ഇതാണ് കുഴപ്പം. 2500 പെൻഷൻ പറഞ്ഞ് പറ്റിച്ചില്ല എന്നൊക്കെ ശശിധരൻപിള്ള ചോദിക്കുന്നു. മറ്റേത് ഷിജു കിരിയ, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം സെൻറ്റർ ആസ് ദേ ആർ മൂവിങ് ടു ഓട്ടോക്രസി എന്നാണ് പറയുന്നത്. ഷിജു കിരിയത്തിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. മറ്റ് കുറേയേറെ നമസ്കാരമൊക്കെ മുരളീധരൻ പിള്ളയും ജയകുമാറും ഒക്കെ നമസ്കാരം പറഞ്ഞിരിക്കുന്നു. ഞാൻ പപ്പു എന്ന് പറഞ്ഞ ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്നും സൗജന്യ യാത്ര സാധാരണ ബസ്സുകൾ മാത്രമായി ഒതുക്കിയിട്ടുണ്ടെങ്കിൽ UDFൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോക്കട്ടം പോയെന്ന് പലർക്കും തോന്നാമെന്ന് പറയുന്നു. പുരുഷന്മാർ 2ാം കുടിയിലുള്ളതാണോ സർക്കാരെ? മുതിർന്ന പൗരന്മാർക്കും സാമ്പത്തികമായി പിന്നോക്കമാക്കി നിജപ്പെടുത്തണമായിരുന്നു എന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. സുനിൽകുമാറാണ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മുരളീധരൻ നായർ പറയുന്നു, മൊയ്തീൻ തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ്, ഇവിടെ നേറ്റിവിറ്റി നോക്കിയല്ല എന്ന് പറയുന്നു. മൊയ്തീൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് തോന്നുന്നു മുരളീധരൻ നായർ അങ്ങനെ പറയുന്നത്. ശശിധരൻപിള്ള പറയുന്നു, ചാത്തന്നൂരിൽ 57 മാസം വേണ്ടി വന്നു 400 രൂപ വർദ്ധിപ്പിക്കാൻ, എന്നിട്ട് 2500 കൊടുക്കാതെ പറ്റിച്ചില്ലേ എന്നെപ്പോലുള്ള വയോധികരെ എന്ന് പറയുന്നു ശശിധരൻപിള്ള. പിഷാരടി പറഞ്ഞത് KSRTCയിൽ എവിടെ വേണമെങ്കിലും ടൂർ പോകാമെന്ന. അപ്പോൾ വോട്ടിന് വേണ്ടി പറഞ്ഞതല്ലേ, ഇപ്പോൾ ഓർഡിനറി എത്ര റൂട്ടിലുണ്ട് ഓർഡിനറി എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. യൂട്യൂബ് കോർണർ, സതീശൻ നാട്ടുകാരെ പറ്റിക്കുന്ന KSRTC പരിപാടി കേരളം
തിരുവനന്തപുരം അല്ല എന്ന് പറയുന്നു. അത് എന്താണ് തിരുവനന്തപുരം അല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല KSRTC ഈ ഓർഡിനറി ഉള്ളത്. UDF സർക്കാർ അധികാരത്തിൽ വന്നു ജനോപകാരപ്രദമായ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ LDFകാർ ഇളക്കം തുടങ്ങി. അതിൻ്റെ ഉദാഹരണമാണ് ചാത്തന്നൂരിൻ്റെ വാക്കുകളെന്നാണ് പറയുന്നത്. ചാത്തന്നൂരിനെ സർക്കാരിൻ്റെ ഉപദേഷ്ടാവാക്കിയാലോ എന്നൊക്കെ സദാശിവൻ നായർ ചോദിക്കുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ VC തോമസ്, സതീശൻ കേരളത്തെ മുഴുവൻ പറ്റിക്കുകയാണ്, മുനമ്പൻ നിവാസികളെ പറ്റിച്ചു, ആശാവർക്കർമാരെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്തായാലും കേരളത്തിലെ സർക്കാർ ഇതുവരെയും എത്തിയിട്ടില്ല. അവർ സതീശനെ പൂക്കി സതീശൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നാട്ടുകാരെ പറ്റിക്കുന്ന KSRTC പരിപാടി കേരളം തിരുവനന്തപുരം മാത്രമല്ല, മറ്റു ജില്ലകൾ മണിക്കൂറിൽ ഒരു ബസ് സർവീസ് മാത്രമേ ഉള്ളൂ എന്നാണ് യൂട്യൂബ് കോർണർ പറയുന്നത്. അപ്പോൾ യൂട്യൂബ് കോർണർ മറ്റ് ഈ UDF വന്ന് സതീശൻ മുഖ്യമന്ത്രിയായി തുടങ്ങിയതല്ലല്ലോ KSRTC മുമ്പൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവിടെയൊക്കെ ജില്ലകളിൽ ഇല്ലെങ്കിൽ അന്നത്തെ ഇരുന്ന സർക്കാരുകൾക്കൊക്കെ അല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം ഉള്ളത്. അത് സതീശൻ്റെ തലയിലോട്ട് എന്തിനാണ് ഇപ്പോൾ കയറുന്നത്? 5 കൊല്ലം കഴിഞ്ഞിട്ട് അവരും ഇതേ അവസ്ഥയാണെങ്കിൽ അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമില്ലേ എന്ന്. LDF സർക്കാർ 5 വർഷം വയോജനങ്ങളെ പറ്റിച്ച് 2500 രൂപ 57 മാസം കഴിഞ്ഞപ്പോഴാണ് വെറും 400 കൂട്ടിയത്, പിന്നെ സ്വാഹ എന്ന് പറയുന്നു. പക്ഷേ ശശിധരൻപിള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, LDF സർക്കാരാണ് ഈ ക്ഷേമ പെൻഷൻ്റെ തുകയിൽ ഇത്ര വലിയ വർധനവ് ഉണ്ടാക്കിയതും അത് കൃത്യമായി മുടങ്ങാതെ തന്നതും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അതിൽ. KSRTC കൊടുക്കുന്ന ഡീസലിൻ്റെ നികുതി കേരളം വേണ്ടെന്ന് വെച്ചാൽ പകുതി പ്രശ്നം തീരും. പൊതു പണം ഇവരുടെ കുടുംബ സ്വത്താണോ ഫ്രീ കൊടുക്കാൻ എന്നൊക്കെ സുനിൽകുമാർ ചോദിക്കുന്നു. അപ്പോൾ നികുതി വേണ്ടെന്ന് വെച്ചാൽ അതും ഇതുപോലെ തന്നെയല്ലേ? VC തോമസ്, അപ്പോൾ സ്ത്രീജനങ്ങളെ മുഴുവൻ പറ്റിച്ച് ക്ഷേമ പെൻഷൻ 3000 ആക്കാമെന്ന് പറഞ്ഞു പറ്റിക്കും, പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരേ ആളുകൾ തന്നെ എഴുതുന്നത് വായിക്കുന്നില്ല ഞാൻ. MS ഷാജി, എല്ലാ ബസ്സിലും എവിടെയും പോകാം, അമ്പലത്തിൽ പോകാം, പള്ളിയിലും പോകാം, ടൂറിന് പോകാം, കുടുംബസമേതം എന്ന് പറഞ്ഞ് സതീശൻ ഓർഡിനറിയിൽ ഒതുക്കി എന്ന് പറയുന്നു. ഷാജി ശശിധരൻ, KSRTCയിൽ പെൻഷനായവർക്ക് സൗജന്യയാത്ര ഒഴിവാക്കുക, പകുതി ചാർജ് ഈടാക്കണമെന്ന് പറയുന്നു. എനിക്കൊന്ന് KSRTCയിൽ നിന്ന് പെൻഷനായവർക്കൊന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും പിന്നീടും അങ്ങനെ കുറേയേറെ കമൻറ്റുകൾ ഇന്ന് എനിക്ക് തോന്നുന്നു കമൻറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നിയോ ആൻഡേഴ്സൺ, കോൺഗ്രസ് ചെയ്താൽ അത് വഞ്ചനയല്ല, അങ്ങനെ പറയല്ലേ, ചെറുതായിട്ടൊന്ന് പറ്റിച്ചു അത്രേ ഉള്ളൂ എന്നാണ് നിയോ ആൻഡേഴ്സൺ പറയുന്നത്. കൃഷ്ണദാസ് പറയുന്നു, ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നപ്പോൾ കഞ്ഞിയും പയറും എന്ന് പറയുന്നു. രാഷ്ട്രീയവും നമുക്ക് പറയാനില്ല, എന്നാലും ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് നിയോ ആൻഡേഴ്സൺ പറയുന്നുണ്ട്. AK കൃഷ്ണൻകുട്ടി പറയുന്നു, KC വേണുഗോപാലും പിഷാരടിയും VD സതീശനുമൊക്കെ നേരിട്ട് വോട്ടർമാരെ കണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള KSRTC സൗജന്യ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞത് ലോകം കണ്ടു എന്നത് അദ്ദേഹം പറയുന്നു. എന്തായാലും അങ്ങനെയൊക്കെ കുറേയേറെ ഇത് ഉണ്ട്. എന്തായാലും നമുക്ക് നേരത്തെ ഒരു പ്രശ്നം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീ രാജനാണ് പയ്യോളിയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇത് പ്രാബല്യത്തിൽ ഇപ്പൊ വന്നത് പകുതി ആയിട്ടുള്ളെങ്കിലും അത് പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നതാണ് അറിയുന്നത്. ഇപ്പം റൂട്ടുകളില്ലാത്ത റൂട്ടിൽ ബസ്സുകൾ ഓടണം, അപ്പം വരുമാനം ഉണ്ടാവും. പിന്നെ 50,000 ഉറുപ്പ്യന് മേലെ പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഈ ബസ്സിൽ സൗജന്യം കൊടുക്കണ്ടെന്നാണ് എന്റെ ചെറിയ വിനീതമായ അഭ്യർത്ഥന. എന്താ വെച്ചാൽ അവര് സാമ്പത്തികമായി മുന്നിലല്ല, പിന്നെ വലിയ സാമ്പത്തികമായി മുന്നിലുള്ള ആൾക്കാരൊന്നും ബസ് കയറില്ല, അവർ കാറോ ഇതിലോ അങ്ങനെയല്ല അവർ പോകും. പക്ഷെ ഈ ബസ് പൂർണ്ണമായിട്ടാണെങ്കിൽ കുറെ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കണം, അതിന് വേണ്ടുന്ന പിന്നെ സാമ്പത്തിക നില കണ്ടെത്തണം. ഇതെല്ലാം കൂടി ആണെങ്കിൽ ഇങ്ങനെയെല്ലാം നടക്കും. അല്ലാണ്ട് പണ്ട് പിന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനൊരു തൊഴിലാളിയാണ്, ഞാൻ പെൻഷൻ വാങ്ങുന്ന ആളാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. എനിക്ക് ഇപ്പം 14 മാസ പൈസ, ഈ മാസം കൂടി ആകുമ്പോൾ 15 മാസ പൈസ നിലവിൽ കിട്ടാറുണ്ട്. ഇതെല്ലാം കടമാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇത് വേണമെന്നല്ല, വേണം, സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ ആവശ്യം. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കണം ഈ വരുമാനം എന്ന് ഗവൺമെന്റ് കൃത്യമായിട്ട് ജനങ്ങളെ അവതരിപ്പിക്കണം. ഈ KSRTC മുഴുവനായിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാല് എല്ലാ സ്ത്രീകളും ഇതിലേക്ക് തന്നെയല്ലേ വാങ്ങി കയറുക. അപ്പൊ സ്ത്രീകൾ വാങ്ങി വരുമ്പോ പുരുഷന്മാർക്ക് എന്താ ഇതില്ലേ? അപ്പം പുരുഷന്മാർ ഈ 10-65 വയസ്സുള്ള നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം തരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇല്ല. ഞാൻ സത്യം പറയാന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു വള്ളക്കാട്ടുകാരനാണ്. കാരണം എന്റെ മോൻ ഒരു ജോലിയുള്ളവനാണ്. അപ്പൊ അവന്റെ ഇതിൽ അവന് 2 മക്കളും ഭാര്യയും അവന്റെ വിദ്യാഭ്യാസം കഴിച്ചാൽ വലിയതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് ആവശ്യപ്പെടുന്നില്ല. എങ്കിൽ കൂടി നമ്മളെല്ലാം നിലവാരം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നമ്മളെ നിലവാരം വളരെ ദയനീയമാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ കണക്കാക്കാതെ ഇത് എല്ലാം കൂടി വാരിക്കോരി സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നില്ലെങ്കിലും അത് കൊടുക്കുന്നതിൽ ഒരു നിശ്ചിത വേണം. എന്ന് വെച്ചാൽ സാമ്പത്തികമായി മുന്നിലേക്ക് സ്ത്രീകൾ, ലക്ഷങ്ങൾ വാങ്ങുന്ന സ്ത്രീകൾ ബസ് പോകുന്നുണ്ട്, ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾ, അവർക്കൊന്നും കൊടുക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം.
അത് ഗവൺമെന്റ് നോക്കി കൂടുതൽ സർവീസുകൾ ഉണ്ടാക്കണം. കൂടുതൽ നേട്ടം ഉണ്ടാക്കിയാലേ വ്യക്തമാണ്. ശ്രീ രാജൻ പയ്യോളിയിൽ നിന്നും നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പകുതിയോളം ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ്. നമുക്ക് ചർച്ച തുടരാം. ഒരു ചെറിയ സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരികയാണ്. എല്ലാ ബസ്സിലും സൗജന്യ യാത്ര എന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാണ് നടപ്പാക്കുന്നത്. അത് ജനങ്ങളുടെ വാഗ്ദാനം പാലിക്കലാണെന്നും അല്ല എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇത് ഈ ഭാരം എങ്ങനെ KSRTC വഹിക്കും? സർക്കാരിന് ഓരോ വർഷവും 800 കോടിയുടെ അധിക ബാധ്യത അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ചർച്ച തുടരുകയാണ്. ഷൈജു ആണ് കോട്ടയത്ത് നിന്ന്. ഷൈജു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, ഇത് പറഞ്ഞത് ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ KSRTC ഫുൾ ബസ്സാണോ അതോ ഓരോ പിങ്ക് ബസ് പോലാണോ വെക്കുന്നത്? അല്ലല്ലോ. എങ്ങനെയാണ്? പിങ്ക് ബസ് പോലെ ഒരു ബസ് അല്ലല്ലോ. എല്ലാ ബസ് എല്ലാവർക്കും എല്ലാവരും സ്ത്രീകളല്ലേ, എല്ലാവർക്കും സൗജന്യ യാത്ര എന്ന് പറയുന്നത്. എല്ലാവർക്കും പറഞ്ഞത് എല്ലാവർക്കും യാത്ര ഫുള്ള് കൊടുക്കണ്ടേ? എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞ ഓർഡിനറി ബസ് മാത്രമുള്ള യാത്ര എന്ന് പറഞ്ഞു. VD സച്ചിൻ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നേ. അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ഈ ആദ്യഘട്ടമായി ഓർഡിനറി സർവീസ് അത് യാഥാർത്ഥ്യമായിട്ട് നടപ്പിലാക്കൂ ഇതെല്ലാം കൂടെ? ഇല്ലല്ലോ. അതറിയില്ല. ഇപ്പോ ഒരു ഘട്ടം നടപ്പാക്കി, തിങ്കളാഴ്ച മുതൽ നടപ്പിലാവും. തിങ്കളാഴ്ച പോലെ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്നപ്പോ ഈ വൈദ്യുതിക്കും പ്രായമായവർക്കും മാത്രം ഒരു ബസ് കൊടുക്കുക? അത് അങ്ങനെ കൊടുക്കുന്ന ഇവർക്ക് താല്പര്യമില്ലേ? ഇതെന്താ സ്ത്രീകൾക്ക് മാത്രം ബെനിഫിറ്റ് ഉള്ളൂ ഈ നാട്ടിൽ? ഇല്ലല്ലോ. വാഗ്ദാനം അങ്ങനെയല്ലായിരുന്നു ഷൈജു. തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിക്കും എന്ത് വാഗ്ദാനം നൽകണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. CPM, LDF കുറെ വാഗ്ദാനങ്ങൾ നൽകി, UDF വേറെ വാഗ്ദാനങ്ങൾ നൽകി. LDF വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. പോട്ടെ, ഇവര് വാഗ്ദാനം മൊത്തം നടപ്പാക്കുവോ? ഈ ഇത് മാത്രമുള്ളൂ എനിക്ക്. എന്നുവെച്ചാൽ ഇവിടെ നടക്കുന്ന ഇതെന്ന് വെച്ചാൽ KSRTC അത് KSRTC ഇപ്പൊ പൂർണ്ണ പോലാവ നഷ്ടത്തിലല്ലേ KSRTC പോകുന്നത്? ശരിയല്ലേ? അതിന് ഉത്തരവാദികൾ ഇവരല്ലല്ലോ. ഇതുവരെ ഭരിച്ച സർക്കാരുകൾക്കെല്ലാം അതിന് ഉത്തരവാദിത്തമില്ലേ? അത് മുൻ സർക്കാരിനും അതിന് മുൻ സർക്കാരും അത് തന്നെയാണ്. കഴിഞ്ഞ സർക്കാർ മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിനും 10 കൊല്ലം ഭരിച്ചിട്ട് ആ സംവിധാനത്തെ മെച്ചപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ല. അതിന് മുമ്പ് ഭരിച്ച സർക്കാരിനും ആ സംവിധാനത്തെ മെച്ചപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ല. അതിന് മുന്നേ നടക്കുന്ന സർക്കാരും എല്ലാം KSRTC പണ്ട് ഒരു നഷ്ടത്തിൽ തന്നെയല്ലായിരുന്നു. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ സർക്കാരിനും മറ്റേ സർക്കാരിനും. ഏത് സർക്കാരായാലും KSRTC ഒരു പരിധിക്കപ്പുറം ഒന്നും മെച്ചപ്പെടുത്താൻ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ വീഴ്ച സർക്കാരുകൾക്ക് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ വീഴ്ച സർക്കാരുകൾക്കും വകുപ്പ് ഭരിച്ച മന്ത്രിമാർക്കും തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇത് പൂർണ്ണമായിട്ട് നിലനിൽക്കുമോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് KSRTC ഈ പരുവത്തിലാക്കിയതിൽ കേരളം ഇതുവരെ ഭരിച്ച സർക്കാരുകൾക്കും ഗതാഗത വകുപ്പ് മന്ത്രിമാർക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓരോ സർക്കാർ അല്ലെ, ഇടതും വലതും വന്നാലും ഇത് KSRTC നഷ്ടം തന്നെയല്ലേ? ശരിയല്ലേ? അത് ആരുടെ കഴിവേട് കൊണ്ടാണ്? നമ്മുടെ കഴിവേട് കൊണ്ടാണോ? അതാ സർക്കാരുകളുടെ കഴിവേട് കൊണ്ടല്ലേ? അതാ ഞാൻ ചോദിച്ചത്. രണ്ട് സർക്കാരും ഇതല്ലേ കാണിക്കുന്നേ? അത് തന്നെയാണ് പറഞ്ഞത്. ഞാനത് ഒരു സർക്കാരിനല്ല, താങ്കൾക്ക് ഒരു ഭാഗം മാത്രം പറയുന്നോട് തോന്നുകയാണ്. ഏത് സർക്കാർ ഭരിച്ചാലും അത് നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവേടാണല്ലോ, വേറെ ഒന്നുമല്ല. കഴിവുള്ള ആളുകളെ അവിടെ വെച്ച് അത് നന്നാക്കണമായിരുന്നു. ഏത് സർക്കാരായാലും രണ്ട് മുന്നണിക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാവരും നടപ്പാക്കണമായിരുന്നു. ഇത് ആരും നടപ്പാക്കാതെ സ്ത്രീകൾക്ക് മാത്രം അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ പറയും. ഇവർക്ക് നടപ്പാക്കുന്നില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവര് ജയിക്കാൻ വേണ്ടി പറഞ്ഞോ നടപ്പാക്കിയില്ലെങ്കിൽ അതിന് റജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്താ കിരണ, ഇതൊക്കെ നമ്മളെ പണ്ട് തൊഴിലില്ലായ്മ വേതനം കൊടുത്തപ്പോ പ്രചരണങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ? തിരിച്ചു വരുന്നതല്ല, അതുകൊണ്ട് ഇത് കൊടുക്കണ്ട. കൊടുത്തില്ലേ? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. സാധാരണ രീതി ചെറുപ്പക്കാർ കഴിഞ്ഞു. ഇപ്പോഴും ഈ KSRTC എന്ന് പറഞ്ഞൊരു വെള്ളാനയാണെന്നേ. ഈ DTOമാരായിട്ട് ഇപ്പം പെൻഷൻ കൂടുതൽ വാങ്ങിക്കുന്നില്ലേ? ഇതിന്റെ അകത്തോട്ട് ഇറങ്ങി വരണം. സർക്കാരിന് ഇതൊക്കെ അറിയാവുന്ന. VD സതീശന് അത്ര മോശമൊന്നുമല്ല. ഇതിന്റെ DTOമാര് റിട്ടയർഡ് ആകുന്ന സമയത്ത് 3 മാസം 6 മാസം ഇവനെ കെട്ടി അന്നേരം ഇവൻ പിരിയുമ്പോഴത്തേക്കുള്ള സാലറിയാണ് ഇവന്റെ പെൻഷന്റെ ആനുകൂല്യമാക്കി വരുന്നത്. അപ്പൊ അങ്ങനെ പിടിക്കാൻ ഇത് സാമ്പത്തിക മാനേജ്മെന്റ് വിദഗ്ധന്മാരിരുന്ന് അവർ ആലോചിക്കും. സർക്കാർ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇതിന്റെ പിന്നിൽ വെച്ചെന്ന് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. സർക്കാർ 3000 രൂപ നമുക്ക് മാസം വെച്ച് തരുന്നു. ഈ മാസം 3000 രൂപ കൈപ്പറ്റുന്ന ആളുകൾ വർഷം രൂപ തിരിച്ചടയ്ക്കണം, ഇത്ര ശതമാനം തിരിച്ചടയ്ക്കണം എന്ന് അന്ന് സമരം ഉണ്ടാവുമോ? ഈ എതിർത്ത് പറഞ്ഞ ആളുകളുടെ അഭിപ്രായം എന്താ? അതിന് 3000 വേണം എന്നുള്ള ആളുകൾ വാങ്ങിക്കും, വേണ്ടാത്തവർ പോകും. അത്രയല്ലേ ഉള്ളൂ.
അപ്പൊ സർക്കാരിന് വരേണ്ടത് വരും, പോകേണ്ടത് പോവും. ഇതിനകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം, ഇതൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങളാണ്. ഏതായാലും മറുവശം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ പിന്നെ രാഷ്ട്രീയ ആയ്വുണ്ട്. ശരി റജി. ശ്രീ സുബേറാണ് തൃശ്ശൂരിൽ. സുബേർ, താങ്കൾക്ക് പറഞ്ഞോളൂ. നമസ്കാരം സാറേ. ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഇന്നലെ മഴ പെയ്തപ്പോ സാറ് കണ്ടില്ലേ, എറണാകുളത്ത് ആ ബസ് സ്റ്റാൻഡിൽ ഒന്നിച്ചെല്ലാം കൂടി ചെലവാക്കി ആര് ഗണേഷ് കുമാർ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത്. ഹലോ പറഞ്ഞോളൂ. അവിടെ ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളാ സാറ് കണ്ടില്ലേ. പിന്നെ ഇവരെന്തിനെ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ UDF ഗവൺമെന്റ് നമ്മുടെ സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും. ഇപ്പൊ അവര് എന്താണ് ഹണിമൂൺ പീരീഡ് അല്ലേ, അവര് കയറി 3-ന്റെ അന്ന് ബാക്കിയുള്ളവർക്ക് 3000 രൂപ കൂട്ടി കൊടുത്തില്ലേ, ആർക്ക് ആശാവർക്കന്മാർക്കും മറ്റേ അംഗൻവാടി ടീച്ചർമാർക്ക് കൂട്ടി കൊടുത്തില്ലേ. ഇവര് 2500 രൂപ 2000 ആക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമ്മളിന്ന് 2 രൂപ വെച്ച് സെസ് മേടിച്ച് എന്നിട്ട് പോണ പോക്കില് 500 രൂപ കൂട്ടിച്ചു കൊടുത്തു പോയി. ഇവര് 10 വർഷം ഭരിച്ചില്ലേ. 5 വർഷം കഴിഞ്ഞപ്പോ പിന്നെ പുതിയ നിയമം ഒരു ഇതുണ്ടാക്കി, ബുക്ക് ഉണ്ടാക്കിയത് പക്ഷെ കൂട്ടി കൊടുക്കാന്ന്. എന്നിട്ട് അവരെന്താ ഈ എത്ര 36 5 60 അവസ്ഥക്ക് 59 മാസം കഴിഞ്ഞപ്പോ ആ ലാസ്റ്റത്തെ മാസത്തിൽ പോണ നോക്കില് ഒരു ചവിട്ട് കെട്ടി അതൊരു തലയിലും കൊണ്ടിട്ട് ഇല്ലേ. അപ്പൊ അവര് 3000 കൊടുക്കട്ടെ. ഇവിടെ കിഫ്ബി നിക്കല്ലോ, കിഫ്ബി അവിടെ നിൽക്കുന്നിടത്തോളം ഇവരെന്തിനെ പേടിക്കണേ, കണ്ടെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കട്ടെ സാറേ. വ്യക്തമാണ്. ശ്രീ സുബേർ. ശ്രീ സത്യശീലനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സത്യശീലൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് മുഴുവൻ ബസ്സിലും സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഓർഡിനറിയിലാണ് കൊടുക്കുന്നത്. താങ്കൾ TV മ്യൂട്ട് ചെയ്തിട്ട് പറയാമെങ്കിൽ ഉപകാരമായിരുന്നു. നമുക്ക് സത്യശീലനിലേക്ക് വരാം. ശ്രീ രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് ഈ ഇതിന്റെ പൊളിറ്റിക്സ് ഒന്നും പറയാനില്ല. അതിന്റെ സാമ്പത്തിക വശവും അതിന്റെ മറ്റു കാര്യങ്ങളും പറഞ്ഞോളൂ താങ്കൾ. അതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയത്തെക്കാൾ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഈ സൗജന്യ യാത്ര നമ്മുടെ സ്ത്രീകളെ അപമാനിക്കുന്നത് തുല്യമല്ലേ? നമ്മുടെ കേരളത്തിൽ ഏത് സ്ത്രീകൾക്കാണ് എന്തൊരു ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് സൗജന്യം വേണ്ടത്? അങ്ങനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതും ഒക്കെ ആരെ അവമാനിക്കാനല്ല. അതൊരു സർക്കാർ ചെയ്യുന്ന ഒരു സഹായം, അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ ഒരു ശാക്തീകരണം, അതിന്റെ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ അതിനെ അവമാനിക്കൽ എന്ന് കാണേണ്ടതില്ല. അതൊരു ക്രിയാത്മകമായ സാമ്പത്തിക വഴിയാണോ അല്ലെങ്കിൽ പുരോഗമന വഴിയാണോ എന്നുള്ള ചോദ്യമൊക്കെ ആണെങ്കിൽ ഉന്നയിക്കാം. പക്ഷെ അപമാനിക്കൽ ഒന്നുമല്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഏറ്റവും ചെറിയ അടിസ്ഥാന വർഗത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു വണ്ടി കയറി പോകാൻ, ഒരു ഓർഡിനറി ബസ്സിൽ കയറി പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സൗജന്യത്തിന്റെ ആവശ്യമില്ല. അവരുടെ ജീവിതത്തിന് അങ്ങനെ ശ്രീ രാധാകൃഷ്ണൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10, 15, 20 കിലോമീറ്റർ അകലെ ഉള്ള സ്ഥലങ്ങളാണ്, 20 അല്ല 30 കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾ ദിവസവും പോയി, ഇപ്പം അതിനൊക്കെ അപ്പുറം പോയി വരുന്നുണ്ട്. എന്തായാലും അവർ ഓർഡിനറിയിൽ പോകാൻ സാധ്യതയില്ല. ഒരു 10-20 കിലോമീറ്റർ വരെയൊക്കെയുള്ള ശരാശരി ആളുകൾ ഓർഡിനറിയിൽ പോയി വരികയും ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം ഒരാൾക്ക് 25-30 രൂപ വീതം 2 നേരം 10, 50, 60 രൂപ ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ ചിലവാകും. ആ 60 രൂപ വെച്ച് ഒരു മാസത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു 10,500 രൂപ ലാഭം കിട്ടില്ലേ. അതൊക്കെ ഒരു ആശ്വാസമാണ്. അത് വേണ്ട ആളുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഇപ്പോഴും ഉണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഞാൻ സാറേ അത് സാറ് പറഞ്ഞ നല്ല അർത്ഥത്തിനെ ഒന്നും ഞാൻ സാറ് കട്ട് ചെയ്യുന്നെങ്കിൽ കട്ട് ചെയ്തോ. ഇല്ല, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ സാറ് പറഞ്ഞ ഗുഡ് ഇന്റൻഷനെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷെ അതിനേക്കാളും ഒക്കെ എത്രയോ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കിടക്കുമ്പോഴാണ് ഈ ചെറിയ ഗിമ്മിക്കൊക്കെ ആയിട്ട് ഈ സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അതിനേക്കാളും വലിയ ഈ പറയുന്ന സാറ് പറഞ്ഞ 25 60 രൂപ സേവ് ചെയ്ത് 1,800 രൂപ മാസം സേവ് ചെയ്യുന്നതിനകത്ത് അഭിമാനിക്കപ്പെടുന്ന ആൾക്കാരാണ് നമ്മള്. അതിനേക്കാളൊക്കെ എത്ര വലിയ അതൊക്കെ സംഭവിച്ചു. അതിനേക്കാൾ ഗൗരവമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ശരി തന്നെയാണ്. അല്ല, ഞാൻ സ്ത്രീകളെ അപമാനിക്കലല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അത് അപമാനിക്കലല്ല എന്ന് പറഞ്ഞു വിഡ്രോ ചെയ്യാം. ഞാൻ അപമാനം എന്നുള്ള ഉദ്ദേശിച്ച് ഇത്ര മാത്രമേ. നമ്മുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണിത്. ഒരു നിനക്ക് സൗജന്യ യാത്ര തന്നില്ല എന്നുള്ള ആ ഒരു ശരി, ഓക്കെ. ശ്രീ അനൂപാണ് പാലക്കാട്. ശ്രീ അനൂപ്, താങ്കൾക്ക് പറയാം. ഹലോ, താങ്കൾ പറഞ്ഞോളൂ. സാർ, നമുക്ക് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നാളെ KSRTCന്റെ അവസ്ഥ ഏത് തരത്തിലോട്ടാവും എന്നൊരു ചിന്തയുണ്ടോ? ഇതിപ്പോ നമുക്ക് ലേഡീസിന് കൊടുക്കുന്നുണ്ട്, സംവരണം കൊടുക്കുന്നുണ്ട്, ശരിയാണ്. അപ്പൊ ഇതിന് മറ്റൊരു പോം വഴി ഇവരെന്താണ് കണ്ടെത്തുക? ഹലോ, പറഞ്ഞോളൂ താങ്കൾ. സാർ, അപ്പൊ നമുക്ക് ഇതിന് മറ്റൊരു പോം വഴി എന്താണ് കണ്ടെത്തുക? നമുക്ക് ഓൾറെഡി നഷ്ടത്തിലാണ് എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ നഷ്ടത്തിലോട്ടായിരിക്കില്ലേ KSRTCന്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അത് മാത്രല്ല, ഇപ്പൊ സംവരണം എന്ന് പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാ ലേഡീസിനും സംവരണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ ഒരു ബസ് എന്ന് പറയുന്നത് ഓർഡിനറി ബസ്സാണ്. അതിലിപ്പോ ആണുങ്ങളും കയറുന്നുണ്ടാവും, എന്താ പറയുക, അവരും കയറുന്നുണ്ടാവും.
അപ്പൊ എങ്ങനെ വരുമ്പോ നമുക്കൊരു സീറ്റിന്റെ കേസ് വരുമ്പോ തന്നെ ചെറിയൊരു പ്രശ്നം അവിടെ വന്നൊതുക്കില്ലേ? ഇപ്പോ അവർക്ക് സ്ത്രീകളുടെ സീറ്റിൽ സ്ത്രീകളിരിക്കും, ബാക്കിയുള്ള ജനറൽ സീറ്റിൽ ആദ്യം വരുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരിക്കും. ഫ്രീ ആയിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ പുരുഷന്മാർ പൈസ കൊടുത്തിട്ടാണ് ബസ്സിൽ കയറുന്നത്. അപ്പൊ ഈ സ്ത്രീകളാകുമ്പോ നമുക്ക് ഫ്രീ ആണ്. അതിൽ കാര്യമില്ല. അങ്ങനെയൊക്കെ ചില പ്രൈവറ്റ് ബസ്സുകാരൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് കയറുമ്പോൾ കൺസെഷൻ എടുത്ത് കയറുന്നത് കൊണ്ട് നിങ്ങൾ സീറ്റിലിരിക്കരുത് എന്നൊക്കെ ചിലർ തിട്ടൂരം ഇടുമായിരുന്നു പണ്ട്. അന്നത്തെ കാലത്തൊക്കെ കുട്ടികൾ അങ്ങനെ പറഞ്ഞാൽ അവരുമായി വേണമെങ്കിൽ കയ്യാങ്കളിക്ക് അടക്കം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും അതൊന്നും അനുവദിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു പ്രശ്നം വരും. അത് മാത്രമല്ല, അത് പ്രശ്നമൊന്നും അല്ല ശ്രീ അനൂപ്, അതൊരു പ്രശ്നമേ അല്ല. ഒരാൾ ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് എടുത്തില്ലയോ എന്ന് നോക്കേണ്ട കാര്യമല്ലോ. ബസ്സിൽ ആദ്യം കയറുന്നയാൾ ജനറൽ സീറ്റ് ആണെങ്കിൽ ആണായാലും പെണ്ണായാലും ഇരിക്കാം. ഇനി സ്ത്രീകളുടെ സീറ്റിലാണ് ഒരു പുരുഷൻ ഇരിക്കുന്നതെങ്കിൽ സ്ത്രീകൾ വന്നാൽ എണീറ്റ് കൊടുക്കണം, അവിടെ സ്ത്രീകളെ ഇരുത്തണം. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ നമുക്ക് നാളെ KSRTCന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ശരിയാണ്, അത് ഗൗരവമായ ചോദ്യമാണ്. ഇതിപ്പോ നമുക്ക് കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോ നമുക്ക് പുരുഷനേക്കാൾ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോ സ്ത്രീകൾ തന്നെയാണ്. ശരി, ഓക്കെ. എന്തായാലും ഇത്രയും സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുമ്പോൾ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ അനൂപ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, എന്തായാലും സർക്കാർ ഒരു വാഗ്ദാനം നൽകുന്നു, ഗ്യാരണ്ടി നൽകുന്നു. അവരുടെ ഗ്യാരണ്ടിയിൽ മൂന്നാമത്തെ ഗ്യാരണ്ടി അധികാരത്തിലേറി 1 മാസം പോലും തികയുന്നതിന് മുമ്പേ അതിന്റെ പകുതി പ്രാബല്യത്തിൽ അവർ വരുത്തുന്നു. താങ്കൾക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഈ 15 ലക്ഷം രൂപ പണ്ട് മോദി പറഞ്ഞായിരുന്നു എല്ലാവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമെന്ന്. അല്ല, ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയൂ ദയവേത്. അത് ഇതൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുന്നതാ. അതിനെപ്പറ്റി അമിത്ഷാ പറഞ്ഞെന്താ അറിയോ? ചുനാവി ജുംല എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മനുഷ്യനെ പറ്റിക്കാൻ പലതും പറയും, അതെല്ലാവരും അതുപോലെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ BJPയുടെ തന്നെ നേതാവ് മോദി പറഞ്ഞതിനെ കുറിച്ച് അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ അതിന്റെ ഇടയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ചുനാവ് ജുംല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, ചുനാവ് ജുംല എന്ന് പറഞ്ഞത് അതും മോദി പറഞ്ഞതിനെ കുറിച്ചല്ല അമിത്ഷാ അങ്ങനെ പറഞ്ഞത്. നമ്മൾ തെറ്റായ ഒരു സ്ഥലത്ത് പറഞ്ഞ സാധനം വേറെ ആൾ പറഞ്ഞത് തെറ്റായ വ്യാഖ്യാനിച്ച് പറയുന്നത് ശരിയല്ല. അങ്ങനെ മോദി പറഞ്ഞതിനെതിരായ അമിത്ഷാ ഇതുവരെ മോദി പറഞ്ഞതിനെതിരെ അമിത്ഷാ അങ്ങനെ ഒരു വാക്കും പറയാത്ത ഒരാളാണ്. അത് ഈ ഒരു വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യത്തിനാണ് അമിത്ഷാ അങ്ങനെ ഉത്തരം പറഞ്ഞത്. പിന്നെ തെരഞ്ഞെടുപ്പ് പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്നതെന്ന് നിങ്ങളോട് വിശ്വസിക്കാൻ ആര് പറഞ്ഞു? ശ്രീധരൻപിള്ള ചോദിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അല്ല, അതുകൊണ്ട് ഇതിലേക്ക് വരും. ഉണ്ട്, അതിലേക്ക് വരുന്നത്. അതിലേക്ക് അങ്ങനെ തുടങ്ങിയിട്ട് വേണ്ട വരാൻ. അപ്പൊ പിന്നെ ഗരീബി ഘടാവോ എന്നൊരു മുദ്രാവാക്യം നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നു. ഗരീബി ഘടാവോ, അതെന്തായി നമുക്കറിയാം. അപ്പൊ വന്നേക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കപട വാഗ്ദാനങ്ങൾ നൽകി മനുഷ്യനെ പറ്റിച്ച ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ്. ആദ്യം പോലും നോക്കിയാൽ അതിന്റെ കൂടെയാണ് ഇത് ലാസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് മുൻപ് പരിഹരിക്കുമെന്ന്. 10 ശ്രീ കൃഷ്ണൻകുട്ടി, നമ്മുടെ ചോദ്യം വളരെ കൃത്യമാണ്. സൗജന്യ യാത്ര കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൽ KSRTC ഓർഡിനറിയിൽ ഇപ്പോൾ സൗജന്യ യാത്ര കൊടുത്തു. അത് താങ്കൾക്ക് വേണമെങ്കിൽ വിമർശിക്കാമില്ല. അല്ലാതെ ആ പാർട്ടിയുടെ ചരിത്രമൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ LDF അധികാരത്തിൽ വരുമ്പോൾ 2500 രൂപയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് എപ്പോഴാണ് ഈ പൈസ കൂട്ടിയത്? അതൊക്കെ ചോദിച്ചാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ ഏറിയും കുറഞ്ഞും എല്ലാവർക്കും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ. അല്ലാതെ ഒരു പാർട്ടി അങ്ങ് വിശുദ്ധമായ പാർട്ടി മറ്റു പാർട്ടി തീരെ മോശം അങ്ങനെയൊന്നുമില്ല. അതിന്റെ ഉത്തരം ഇത് പറഞ്ഞിട്ട് പറയാം. അതായത് KSRTC ബസ്സില് പിഷാരടിയും KC വേണുഗോപാലും കയറി പറഞ്ഞത് നമ്മൾ കേട്ടു. പിന്നെ തന്നെ പറഞ്ഞു ഓരോ വീടുകളിൽ ചെന്ന് പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു. എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങൾക്ക് KSRTC ബസ്സിൽ എവിടെ വേണമെങ്കിലും പോകാന്നാ പറഞ്ഞത്. ഇപ്പൊ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇത് തുടക്കമാണെന്ന് പറഞ്ഞല്ലോ, അവർ കൃത്യമായി പറഞ്ഞല്ലോ. ഇത് ആദ്യ ഘട്ടമാണെന്നല്ലേ പറഞ്ഞത്. വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞോ? തുടക്കത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞോ? അതില്ല, അത് പറഞ്ഞില്ല. അങ്ങനെ തന്നെ അതിൽ വിമർശനം താങ്കൾക്ക് പറയാം. അങ്ങനെ പറയാത്തതിനെ മലയാളത്തിൽ എന്ത് പേരിട്ട് വിളിക്കും? മലയാളത്തിൽ ഞാനത് ആ പേരിട്ട് വിളിക്കുമ്പോൾ മറിച്ച് താങ്കളുടെ സർക്കാർ ഇരുന്നപ്പോൾ ഇതുപോലെ തന്നെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർക്കണം. പക്ഷേ നമ്മുടെ വിഷയം ഇതാണ്, ജനങ്ങളെ പറ്റിച്ച മറ്റേ വിഷയം പറയണത്. നിങ്ങൾക്ക് സമയം തരണേ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ സമയമില്ലാത്തതുകൊണ്ട് ശ്രീ സത്യശീലനാണ്, വേഗത്തിൽ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ സത്യശീലൻ എളുപ്പം പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ സാറേ. ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൽ നമുക്ക് യോജിപ്പേ ഉള്ളൂ. പക്ഷെ അത് പാവങ്ങൾക്ക് കിട്ടണം. രാവിലെയും വൈകുന്നേരം അന്നുള്ള അന്നത്തിന് പോകുന്ന സ്ത്രീകൾക്ക് അത് പ്രയോജനപ്പെടുന്നില്ല.
ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇത് ഓർഡിനറി ബസ്സിൽ കൊണ്ടുവന്നതിനെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അതിനെ പോസിറ്റീവായി 1 മാസത്തിനുള്ളിൽ തന്നെ സർക്കാർ നടപ്പാക്കുന്നതിനെ പോസിറ്റീവായി കണ്ടവരും അങ്ങനെയല്ല, അത് ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും എക്സ്പ്രസിലും ഒക്കെ നൽകുമെന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും കെ സി വേണുഗോപാലും അടക്കമുള്ള ആളുകളൊക്കെ ജനങ്ങളോട് പറഞ്ഞതാണ്, വീടുകളിൽ പോയി പറഞ്ഞതാണ്. പക്ഷേ നടപ്പാക്കി വന്നപ്പോൾ അത് ഓർഡിനറിയിൽ മാത്രമാക്കി ചുരുക്കിയത് തീരെ ശരിയല്ല എന്നുള്ള അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് നൽകേണ്ടത്, അങ്ങനെ വാഗ്ദാനം നൽകിയത് പാലിക്കുന്നതിനപ്പുറത്തേക്ക് നൽകേണ്ടത് അർഹതപ്പെട്ട വിഭാഗത്തിനാണ്. അല്ലാതെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന സ്ത്രീകളടക്കം ഇതിൻ്റെ ആനുകൂല്യം നൽകേണ്ടതില്ല. സമൂഹത്തിൽ അർഹതപ്പെട്ട വിഭാഗമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നൽകണമെന്നും KSRTC ഇങ്ങനെ വർഷം 800 കോടി രൂപ വീതം അധിക ബാധ്യത ഏറ്റെടുത്ത് ഇതിനെ എങ്ങനെ ലാഭകരമാക്കി മാറ്റാൻ കഴിയും? ഇതുവരെ മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും അത് കഴിഞ്ഞില്ല. ഇനി ഇവർക്ക് കഴിയുമോ എന്നുള്ളത് എന്തായാലും കാത്തിരിക്കുകയാണ്. അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രേക്ഷകരുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ രാഷ്ട്രീയമായി പറഞ്ഞവരും അല്ലാതെ പറഞ്ഞവരും ഒക്കെ നമ്മുടെ പ്രേക്ഷക സമൂഹത്തിലുണ്ട്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി സമാനമായ മറ്റൊരു വിഷയവുമായി.